താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. അതേതാടാ ആ അവതാരം? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ. ഡാൻസിന്റെ കാര്യം ജെനി ഏറ്റിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാ പരിപാടി ചെയ്യുന്നത്? ഞങ്ങളെ കിച്ചൺ ഡാൻസ് പഠിപ്പിക്കാന്ന് ജെനി ഏറ്റിട്ടുണ്ട്. അയ്യേ, ഞാനൊന്നുമില്ല. ഈ പിള്ളേരുടെ പരിപാടിയൊക്കെ മതി. അതും ഈ പ്രായത്തില്. ഇതിനെന്താണ് പ്രായമായത്? നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എല്ലാത്തിനും ഉണ്ട്. ഡൈറ്റുകൊണ്ട് പ്രായം കുറയൊന്നുമില്ല. സർ, ഹോൾഡ് യുവർ ടങ്. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. ബട്ട് ഡോണ്ട് ട്രൈ ടു ഡോർമാറ്റ് മീ. പാടാൻ പറഞ്ഞ പാടിക്കൊള്ളണം, ആടാൻ പറഞ്ഞ ആടിക്കൊള്ളണം. അതാണ് ഇവിടുത്തെ നിയമം. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്? എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല, എന്താ പ്രശ്നം? I pity you for the dirty game you have played in this case. That of a manipulator. ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറഞ്ഞ് നേരം കളയാതെ നമുക്കിപ്പോ ഉണ്ടായ ഈ പ്രശ്നത്തിന്റെ കച്ചവടം കണ്ട് ഉറപ്പിക്കാം. അതുകൊണ്ട് സാറ് നല്ല പച്ച മലയാളം ആ കുട്ടിയോട് ഒരു ചെറിയ മാപ്പ് അങ്ങാട്ട് പറഞ്ഞേക്ക്. ഇത്തിരി പോലും പോന്ന കുഞ്ഞല്ലേ. മാപ്പ് ജയം പറയൂല. അഴിയെങ്കി അഴി, കയറെങ്കി കയറ്. എടോ, തനിക്ക് നാണമില്ലേടോ? ഇല്ല. അത് തന്നെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസന് എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വാടാ. എനക്കൊന്ന് അരികേലെ ഈ വടിവാൾ പ്രാചീനെ ഞാൻ കരിച്ച വാളെടുക്കും, അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. മഹാചേട്ടാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ. വന്ന് തടി. നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണ. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ? ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ. അത് പയ്യൻ ബോസ്ക്ക് ഫിലോസഫി. ഒരു മുട കണ്ട ലടി കണ്ട ലടപെടും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ഞാൻ നിർത്തി. അമ്മേ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു താൻ കാരണത് എന്തിനാണോ? അത് കാല് സ്ലിപ്പായതല്ലേ? എന്റെ കാലൊന്ന് സ്ലിപ്പായി. SI കുലിച്ചിരുത്തി മുതുകത്തിടിച്ചപ്പോഴാണ് എന്റെ കാല് സ്ലിപ്പായത്. ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തണ്ടവാ. ആദ്യത്തെ അടി കാരണത്തായിരുന്നേ, അതോടെ ഒരാളെ 10 കാണാൻ ഒറ്റടിയും തെറ്റിയിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്. പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം. എന്താ കളി? മുണ്ട് എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതണി. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा
मैंने गलत समझा हूँ कोई बक्सा लेकर बॉम्बे में आते तो मार खाएंगे संपूर्ण चाचरदार बंदर का बच्चे എടാ നമ്മളെക്കാളും താറേടാ. ഒറ്റ ഓർമ്മത്തിന് ഇവിടെ കണ്ടുപോരുത്. ഇറങ്ങണല്ലോ. വൈകിട്ട് എന്താ പരിപാടി? നീ വാങ്ങോ? ഇന്നലെ ഞാൻ വാങ്ങി പോന്നിയതല്ലേ, ഇന്ന് നീ വാങ്ങ്. തൽക്കാലം നമുക്ക് നിമിനെ സൈസാക്കാം. മലയാളികളുടെ പേരുകളായിരുന്നല്ലോ. വൈകിട്ട് നേരത്തെ വാടാ തെണ്ടി. ഓക്കേ ഓക്കേ പറഞ്ഞ ഓർമ്മയിടല്ലോ. സോഡ അത് നീ ഓർത്തോണം. ഭയങ്കരം തന്നെ. ഈ വീടിന് 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150 ഞാൻ ശരിയാക്കി തരാം. നല്ല സൗകര്യമൊക്കെ ഉണ്ട്, നോക്കിയോ. ഇതൊക്കെ ഒരു ബാധിക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പകലടിക്കില്ലാട്ടോ. ഞാനടിക്കൂടോ. ഇങ്ങാട്ടിക്കടാ, വലത്താട്ടിക്കടാ, വലത്താട്ടിക്കടാ പന്നി. മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. ഒന്നെനിക്കറിയാം, ഇതിനു മുകളിൽ ഇനി പോത്തച്ചിന് വായിക്കാനില്ല. അതെ, മദ്യത്തിന്റെ മണം തന്നെ. ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാൻ. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലത്തിലെ. ക്യാ മദ്യപാൻ ഹേ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? എന്റെ ഷർട്ട് എവിടെ? എന്റെ ഷർട്ട് എവിടെ? തോമസ് കുട്ടി ഇവിടെ വരൂ. നാളെ 4 മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും. നീ അവളെ കൊണ്ട് അവിടെ വരണം. ഓക്കെ? എന്നതടി അവനോട് പണിയുന്നേ? ഇന്നേ അവരൊരു ജോലി അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് പണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പണിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് അവന് ബോധോദയം ഉണ്ടായി കാണും. ഞാനും കാണുന്നുണ്ട്. നന്നായ മതിയായിരുന്നു. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? തോമസ് കുട്ടി